ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുടുംബത്തിലൊരു വിവാഹാലോചന നടക്കുമ്പോ നമ്മൾ അറിയണ്ടേ? മുത്തശ്ശിയോട് പറഞ്ഞ എന്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി വഴക്കുണ്ടാക്കിയാലോ എന്ന് കരുതിയായിരിക്കും പറയാതിരുന്നത്. അതെനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ഈ വീട്ടിലെ മൂത്ത മകളാ, അല്ലാതെ വേലക്കാരിയൊന്നുമല്ല. ഒരു ഡീലിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. ഇല്ല സാർ, എല്ലാം ഓക്കെയാണ്. ദേവാ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ മരുന്നിന്റെ കാര്യങ്ങൾ അവരെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. ഇതാരാ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അത് പിന്നെ എന്റെ അതെ, ഞാൻ ഇവന്റെ അമ്മയാ. അമ്മ അഷിതയുടെ മുത്തശ്ശിയാണോ? അതെ. മുത്തശ്ശി ഇരിക്കെ. എന്താ വൈകിയത്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, കുറച്ച് തിരക്കില. മരുന്നിന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ വന്നേ ഉള്ളൂ. എന്തായാലും ചടങ്ങ് ഭംഗിയായി നടക്കട്ടെ. വസുമതി, ഇവൻ മറന്നുപോയാലും ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. അമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എല്ലാത്തിനും സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അതെ അതെ, ക്ഷേത്രത്തിൽ എന്തോ വഴിപാട് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ തിരക്കില്ല. എല്ലാം അഷിതമ്മക്ക് വേണ്ടിട്ടാ. മുത്തശ്ശിമാർക്ക് കൊച്ചുമക്കളെന്ന് പറഞ്ഞ ജീവനാ. അതിന്റെ അതെ അതെ അതെ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടായ സ്ഥിതിക്ക് ഇനിയധികം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എന്റെ അഭിപ്രായം അത് തന്നെയാ. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. അഷിതയുടെ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമുക്കല്പം മധുരം കഴിക്കാം. വെയിറ്റർ, ഇത് പൃഥ്വിയുടെ കാറാണല്ലോ. മോളെ വാ. വസുമതി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവരുടെ ആ പോക്കിൽ എന്തോ ഒരു കളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അതൊരിക്കലും അഷിതയുടെ വിവാഹക്കാരിയായിരിക്കും ഞാൻ ചിന്തിച്ചില്ല. അത് പോട്ടെ മുത്തശ്ശി, അത് കാര്യാക്കണ്ട. അങ്ങനെ വെറുതെ വിടാൻ ഇതത്ര നിസ്സാര കാര്യമൊന്നല്ല. ഈ കുടുംബത്തിലൊരു വിവാഹാലോചന നടക്കുമ്പോ നമ്മൾ അറിയണ്ടേ? മുത്തശ്ശിയോട് പറഞ്ഞ എന്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി വഴക്കുണ്ടാക്കിയാലോ എന്ന് കരുതിയായിരിക്കും പറയാതിരുന്നത്. അതെനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ഈ വീട്ടിലെ മൂത്ത മകളാ, അല്ലാതെ വേലക്കാരിയൊന്നുമല്ല. അഷിതക്കും അഭിജിത്തിനുള്ള എല്ലാ അധികാരവും അവകാശവും നിനക്ക് ഇവിടെ ഉണ്ട്. എനിക്ക് അവകാശവും അധികാരവും ഒന്നും വേണ്ട മുത്തശ്ശി. ഇങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം എനിക്ക് കഴിയാൻ സാധിച്ചാ മതി. നിന്റെ ഈ ചിന്താഗതിയാണ് നിന്റെ ശത്രു. നീ ഒന്നോർത്തോ, നമ്മളെ വില തീരുമാനിക്കുന്നതേ നമ്മള് തന്നെയാ. എല്ലാവർക്കും മുന്നിൽ താഴാനും ചവിട്ടിത്തേക്കാനും നിന്നുകൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് തന്നെയായിരിക്കും അവസ്ഥ. വസുമതി പറയുന്നത് എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കുക തന്നെ വേണം. അങ്ങനെയല്ല മുത്തശ്ശി, ചെറിയമ്മ എതിർത്ത് എനിക്കൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല. നിന്റെ അച്ഛനെ നിനക്ക് വേണമെങ്കിൽ
ഞാൻ പറയുന്ന പോലെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. എന്നെ എതിർത്ത് നീ ഒന്നും ചെയ്യില്ലെന്നും പറയില്ലെന്നും സത്യം ചെയ്തു തരണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ സത്യം ചെയ്തതാ. ചെയ്യ്. എന്നോ ചെയ്തു കൊടുത്ത സത്യത്തിന്റെ പേരിൽ ഇനിയും സ്വന്തം ജീവിതം നീ നശിപ്പിക്കരുത് മോളെ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിത് പറയുന്നത്. പൂർണിമേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചെറിയമ്മ? അല്ല, അഷിതയും വീട്ടുകാരെയും കുറിച്ച് നന്നായി അന്വേഷിച്ചു തന്നെയാണോ ഈ ഒരു ബന്ധത്തിന് മുൻകൈ എടുക്കുന്നത്? അതെന്താ ചെറിയമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എനിക്കെന്തോ അവരുടെ മൊത്തത്തിലുള്ള പെരുമാറ്റവും രീതികളൊന്നും തീരെ പിടിച്ചിട്ടില്ല. നിനക്കല്ലെങ്കിൽ തന്നെ ആരെയാ ഇഷ്ടപ്പെടുന്നത്? ആരെന്ത് ചെയ്താലും കുറ്റം മാത്രമല്ല നീ കാണൂ. കുറ്റം കണ്ട കുറ്റമാണെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ആ വീട്ടിലെ കാരണവത്തി അഷിതയുടെ മുത്തശ്ശിയുടെ പെരുമാറ്റം ശരിയായിരുന്നോ? അതെ, അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എനിക്കും അതിലെന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നും അറിയാത്ത പോലെയാ അവസാന നിമിഷം അവര് വന്നു കയറിയത്. എന്നിട്ട് മരുന്നിന്റെ കാര്യം പറയാനാണെന്നൊരു ന്യായവും. പൂർണിമേ, ഇവര് പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ക്ഷേത്രകാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നെന്ന് അവര് പറഞ്ഞല്ലോ. എനിക്കതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല. സ്വന്തം കൊച്ചുമകളുടെ വിവാഹ കാര്യത്തെക്കാൾ പ്രാധാന്യം ക്ഷേത്രത്തിലെ കാര്യത്തിന് കൊടുക്കോ? ഇനി അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ തന്നെ എന്തിനാ ഇടയ്ക്ക് കയറി വന്നത്? ഇതൊക്കെ നമ്മളുടെ ചിന്തകളുടെ കുഴപ്പമാണ്. ഒരു കാര്യത്തെ പോസിറ്റീവായും നെഗറ്റീവായും കാണാം. നമ്മളെല്ലാം പോസിറ്റീവായി കണ്ടാ പോരെ. പിന്നെ അഷിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ, നമ്മൾ അത് നോക്കിയാ പോരെ. ഓ, വിവാഹശേഷം ആ കുട്ടി ഇങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെന്താ? അതെ, കുറ്റം കുറവ് നോക്കാൻ നിന്നാലേ അത് പ്രശ്നമാവും. കാരണം അത് അവർക്കും അന്വേഷിക്കാമല്ലോ. അഷിതയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. പൃഥ്വിക്ക് യോജിച്ച ബന്ധം തന്നെയാ ഇത്. ഞാൻ അവന്റെ അമ്മയല്ലേ, ആ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. എന്റെ മോന് ഏറ്റവും മികച്ചത് തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. ആ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ ബന്ധം തീരുമാനിച്ചത് പൂർണിമയാ. ഇവൾക്കൊരിക്കലും തെറ്റില്ല. നിക്കേ.